ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. എമ്പുരാൻ ഇറങ്ങുന്നതിന് മുമ്പ് ലൂസിഫറിൻ്റെ റിലീസ് വരികയാണ്. ഒരാഴ്ച മുന്നേ, കൃത്യം 7 ദിവസങ്ങൾക്ക് മുന്നെയാണ് ലൂസിഫർ റിലീസിനെത്താൻ പോകുന്നത്. എമ്പുരാന് പ്രൗഢി കൂട്ടാൻ വേണ്ടി ലൂസിഫർ എത്തുമ്പോൾ അതൊരു ചരിത്രമായി മാറും. സാധാരണ റിലീസ് ചിത്രങ്ങൾ വെറുതെ ഇറക്കി വിടുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ടായിട്ട് അതുപോലെ തന്നെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലൂടെ പൃഥ്വിരാജ് സുകുമാരൻ ആ സിനിമ എത്തിക്കുകയാണ്. മോഹൻലാൽ നായകനായി എത്തിയ എമ്പുരാന് മുന്നോടിയായി ലൂസിഫർ എന്ന ചിത്രം എത്തുന്നു. ഫസ്റ്റ് ഫ്രാഞ്ചൈസിയാണ് ലൂസിഫർ എന്ന ചിത്രം. ആ ഒരു ഫ്രാഞ്ചൈസി കണ്ട് അതിൽ നിന്ന് ആർമാദം ഉൾക്കൊണ്ട് ആരാധകരും ജനങ്ങളും തിയേറ്ററിലേക്ക് ഇടിച്ചു കയറാനുള്ള ബ്രില്യൻ പ്ലാനിങ് എന്ന് തന്നെ പറയാം. ഏതൊരു നടനും ഏതൊരു സംവിധായകനും ഏതൊരു പ്രൊഡ്യൂസറും കൊതിക്കുന്ന ആ പ്ലാനിങ് അത് വരണമെങ്കിൽ അത് പൃഥ്വിരാജിൽ നിന്നും മാത്രമേ വരികയുള്ളൂ എന്ന് നമുക്കറിയാം. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. കേരളം ഉൾപ്പെടെ പുറത്ത് ഉള്ള രാജ്യങ്ങളുമെല്ലാം ഈ ഒരു സിനിമ റിലീസിന് എത്തുകയാണ്. കേരളത്തിലെ ഒട്ടുമിക്ക തിയേറ്ററുകളിലും ലൂസിഫർ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. 7 ദിവസങ്ങൾ കൊണ്ട് സിനിമ അതിൻ്റെ പീക്കിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതായത് 7-ാം ദിവസം എമ്പുരാൻ റിലീസ് ചെയ്യുമ്പോൾ അത് ജനങ്ങൾ ആഘോഷിക്കപ്പെടുന്ന ഒരു കാര്യമായി മാറ്റും. കാരണം പലപ്പോഴും പല സിനിമകൾ എന്തിനാണ് നമ്മൾ പറയുന്നു, നമ്മുടെ ബാഹുബലി 2 എന്ന ചിത്രം ഇറങ്ങുമ്പോൾ ബാഹുബലി 1 കാണാൻ വേണ്ടി ഒരുപാട് പേർ കാത്തിരുന്നു എന്നുള്ളതാണ്. പിന്നീട് പലരും ടി വിയിലും ഒക്കെ ഇട്ട് അത് കാണുകയുണ്ടായി. ഇവിടെ ആ ഒരു കുറവൊക്കെ മാറ്റിമറിച്ച് ജനങ്ങളുടെ മനസ്സ് വായിച്ചെടുത്ത് പൃഥ്വിരാജ് എന്ന ആ ഒരു സംവിധായകൻ, അതുപോലെ ലൈക്ക പ്രൊഡക്ഷൻസും അതുപോലെ തന്നെ ആശീർവാദ് സിനിമാസും ചേർന്ന് ആ ഒരു ബ്രില്യൻ പ്ലാനിങ്ങിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ജനങ്ങൾ ഇനി തിയേറ്ററിലേക്ക് ഇടിച്ചു കയറും. 700 തിയേറ്ററുകൾ ഇവിടെ മതിയോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത്. 700ഓളം സ്ക്രീനുകളിലാണ് സിനിമ വരാൻ പോകുന്നത്. 650 സ്ക്രീനുകൾ ലോക്ക് ചെയ്ത സിനിമ 770ഓളം സ്ക്രീനുകളിലേക്ക് എത്തും എന്നുള്ളതാണ്. എൻ്റെ അറിവിൽ 770ഓളമാണ് സ്ക്രീനുകൾ. ഒരുപക്ഷെ അതിൻ്റെ താഴെ ആയിരിക്കാം. അത് അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. എന്താണെങ്കിലും എമ്പുരാൻ്റെ മികച്ച പ്ലാനിങ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സിനിമ അതിഗംഭീരമായിട്ടുള്ള കളക്ഷൻ നേടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. 500 കോടി എന്നുള്ള ആ ഒരു എമൗണ്ടിലേക്ക് ടാർഗറ്റ് ചെയ്യുന്ന സിനിമ പൂ പറിക്കുന്ന ഈസി ആയിട്ട് നേടുമെന്നുള്ളതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെയാണ് നമുക്ക് ഇവിടെ എമ്പുരാനിന് മുമ്പേ ലൂസിഫർ ഇറക്കി വിടുന്നതിലൂടെ നേടാൻ അല്ലെങ്കിൽ കഴിയുമെന്നുള്ളത്. കാത്തിരിക്കാം. ഇനി വരുന്ന ദിനങ്ങൾ, കൃത്യം 30 ദിനങ്ങൾ കൂടെ മാത്രമാണ് എമ്പുരാൻ ഇറങ്ങാനുള്ളത്. അതായത് 23 ദിവസങ്ങൾ കഴിയുമ്പോൾ ആരാധകർക്ക് ആർമാദിക്കാം എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.